മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിയമ്പിള്ള രാജു. നടനും നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് അദ്ദേഹം. കഴിഞ്ഞ 49 വർഷങ്ങൾ കൊണ്ട് 400-ലേറെ സിനിമകളിൽ അഭിനയിക്കുകയും 13 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1986-ൽ പുറത്തിറങ്ങിയ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു മണിയമ്പിള്ള രാജു. മോഹൻലാൽ നായകനായ ഈ സിനിമയിൽ അദ്ദേഹം ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ഇപ്പോൾ താൻ ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുകയാണ് മണിയമ്പിള്ള രാജു. ഞാൻ ഈ സിനിമ നിർമ്മാണത്തിലേക്ക് എത്തുന്നത് പ്രിയദർശൻ വഴിയാണ്. ഒരിക്കൽ പ്രിയൻ നമുക്കൊരു പടം എടുത്താലോ എന്ന് പറയുകയായിരുന്നു. ഹങ്കി പങ്കേന എന്ന ഒരു ഇംഗ്ലീഷ് പടം അടിച്ചു മാറ്റിയതിന്റെ സബ്ജക്റ്റ് ഉണ്ടെന്നും ഒരാൾ 20,000 രൂപ വെച്ച് എടുക്കണമെന്നും പറഞ്ഞു. അതിന് എല്ലാവരും സമ്മതിച്ചു. അത്രയും പൈസ ഞങ്ങൾ ഓരോരുത്തരും സിനിമയ്ക്ക് വേണ്ടിയിട്ടു. ആരും വർക്ക് ചെയ്തതിന് പൈസയൊന്നും വാങ്ങിയില്ല. അങ്ങനെ 2.25 ലക്ഷം രൂപയ്ക്ക് ആ സിനിമ ചെയ്തു തീർത്തു. അതാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതിന് തിയേറ്ററിൽ നിന്നും കാര്യമായ പൈസയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ചാനലുകാർ എത്തിയപ്പോൾ എല്ലാവർക്കും 50,000 രൂപ വെച്ച് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അത് ലാഭമായി. ആ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആയിരുന്നില്ല. അന്ന് ഇത്രയും തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. മണിയമ്പിള്ള രാജു പറഞ്ഞു. ഹലോ മൈ ഡിയർ റോങ് നമ്പർ സംവിധായകൻ പ്രിയദർശന്റെ കോമഡി ചിത്രങ്ങളിൽ ഇന്നും വലിയ സ്വീകാര്യതയുള്ള ഒരു ചിത്രമാണ്. മോഹൻലാൽ നായകനായി എത്തിയ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ശ്രീനിവാസൻ കഥയൊരുക്കിയ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ലിസി, മണിയമ്പിള്ള രാജു തുടങ്ങിയ വലിയ താരനിര തന്നെ ഒന്നിച്ചിരുന്നു.